UK ഒന്ന് ചവിട്ടിപ്പിടിച്ചപ്പോൾ ആരോഗ്യ മേഖലയിലേക്കുള്ള വിസയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞത് 11%. സ്റ്റുഡൻസ് വിസയിലും കുറവുണ്ടായി. അഭയാർത്ഥികളുടെ വരവും കുറഞ്ഞു. NHSലും ബ്രിട്ടീഷ് സോഷ്യൽ കെയർ മേഖലയിലും ജോലി ചെയ്യാനെത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നതായി ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. അധികാരത്തിൽ നിന്നും പുറത്തുപോയ കൺസർവേറ്റീവ് സർക്കാർ ഒരു വർഷത്തിനിടയിൽ 2,86,382 വർക്ക് വിസകളാണ് നൽകിയത്. തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ 11% കുറവാണിത്. ഹോം ഓഫീസിൻ്റെ കണക്കുകൾ പറയുന്നത് ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിൽ കഴിഞ്ഞ ജൂൺ വരെയുള്ള ഒരു വർഷക്കാലത്തിനിടയിൽ 89,085 വിസകൾ അനുവദിച്ചുവെന്നാണ്. തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ 80% കുറവാണിത്. കുടിയേറ്റം കുറച്ചു കൊണ്ടുവരുന്നതിനായി വിദേശ തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കുമുള്ള വിസ നിയമങ്ങൾ കർക്കശമാക്കിയതോടെയാണ് UK-യിൽ ജോലിക്ക് വരാനുള്ള വിദേശികളുടെ താൽപ്പര്യം കുറഞ്ഞു വന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു പുതിയ വിസ നിയമങ്ങൾ പ്രഖ്യാപിച്ചത്. വിസ ലഭിക്കുന്നതിനും കുടുംബത്തെ കൂടെ കൊണ്ടുവരുന്നതിനുമുള്ള കുറഞ്ഞ ശമ്പള പരിധി വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. സ്റ്റുഡൻസ് വിസയുടെ കാര്യത്തിലും കാര്യമായ കുറവുണ്ടായി. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 4,32,000 സ്റ്റുഡൻസ് വിസകളാണ് നൽകിയതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 13% കുറവാണിത്. അടുത്തിടെ നൽകിയ സ്റ്റുഡൻസ് വിസകളിൽ ആ വിസകൾ കരസ്ഥമാക്കിയവരിൽ എത്ര പേർ ദീർഘകാലം UK-യിൽ തുടരുമെന്ന് ഇനിയും പറയാനാവില്ല. അതുപോലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിലേക്ക് വീണ്ടും വിദേശികളുടെ ഒഴുക്കുണ്ടാകുമോ എന്നും ആർക്കും പറയാനാകാത്ത വിധമാണ്. അഭയാർത്ഥി പ്രവാഹത്തിനും കാര്യമായ കുറവുണ്ടായി. ജൂൺ വരെയുള്ള ഒരു വർഷക്കാലയളവിൽ 97,000 പേരാണ് അഭയാർത്ഥികളായി UK-യിലെത്തിയത്. മുൻ വർഷത്തേക്കാൾ 8% കുറവാണിത്. ഇതിൽ രഹസ്യമായും ക്രമരഹിതമായും എത്തിയ 32,784 പേരും ഉൾപ്പെടുന്നു.